വലിയ ഒരു സ്വാധീന ശക്തിയുള്ള ഒരു സ്ത്രീയാണോ അവരെന്ത് ഒരു പരാതിയും കൊണ്ട് വന്നവർ ഇത്രയും ഒക്കെ ഇടപെട്ട് കാര്യങ്ങൾ തീർക്കാനായിട്ട് അത്രയും സ്വാധീനം പോലീസ് ഓഫീസേഴ്സിന്റെ പുറത്ത് ഉപയോഗിക്കണമെങ്കിൽ കാര്യമില്ലാതിരിക്കുമോ? അവിടെയാണ് ഈ മറുവാദങ്ങൾ ഇവർ ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ അതാണ് നേരത്തെ ശ്രീ NM പിയേഴ്സൺ പോലും എടുത്തു പറഞ്ഞ ഒരു കാര്യം. കെ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരാൾ എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് കുറെ ക്രെഡിബിലിറ്റി ഉള്ള നേതാവാണ് എന്നതുകൊണ്ടാണ്. അദ്ദേഹം ആ നിലയ്ക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് ഇത്തരത്തിൽ ഒരു സാമ്പത്തിക തർക്കമാണെന്നുള്ളത് മാത്രമല്ല, മറ്റു പല പരാതികളും ഈ ഇരയായി വന്ന സ്ത്രീയുടെ ആ നിലയ്ക്കാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. സ്വഭാവത്തിലും കാര്യങ്ങളിലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്, അവർക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് നിങ്ങൾ ആ ഘട്ടത്തിൽ എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ? അല്ല, ആ സാധ്യത നമുക്ക് വിഷയമല്ല. കാരണം ഒരു സ്ത്രീയുടെ ചരിത്രവും എല്ലാം അന്വേഷിച്ചിട്ട് അവർ സംശുദ്ധമായ ഒരു പ്രശ്നത്തിൽ മാത്രമാണെങ്കിൽ മാത്രമേ അവരെ ഗാങ് റേപ്പ് ചെയ്യാതിരിക്കാൻ പാടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. എല്ലാ നിലയ്ക്കും നമ്മുടെ സ്വഭാവശുദ്ധിയൊക്കെ സൂക്ഷിച്ച് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് മുഴുവൻ പൊതുജനത്തിൻ്റെയും സർട്ടിഫിക്കറ്റോടുകൂടി നമ്മൾ ജീവിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ കൃത്യമായ മറുവാദം അതാണ്. ഒരു സ്ത്രീയുടെ സ്വഭാവം പൂർണ്ണമായി മനസ്സിലാക്കി ആ സ്വഭാവം ഇത്ര പരിശുദ്ധയാണെങ്കിൽ ആ ഒരു മാനദണ്ഡം അങ്ങനെയാണ്. അങ്ങനെ അതിനനുസരിച്ച് ആണെങ്കിൽ മാത്രം അവർക്കൊരു ആരോപണം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് 95% സ്ത്രീകളെ കുറിച്ചും വ്യക്തിപരമായി അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയുകയും ചെയ്യും. അപ്പൊ പിന്നെ ആരാണ് ആരോപണം ഉന്നയിക്കേണ്ടത്? ആരാണ് തെളിയിക്കേണ്ടത്? ശ്രീ പന്തളം സുധാകരൻ കൂടി ഇപ്പോൾ ചേരുകയാണ് നമ്മോടൊപ്പം. ശ്രീ പന്തളം സുധാകരൻ, സർക്കാരിന് ആത്മാർത്ഥതയോടെയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? 2 കേസുകളാണ് നമുക്ക് മുന്നിലുള്ളത്. കളമശ്ശേരിയിലെ കേസ്, ഒപ്പം ഈ വടക്കാഞ്ചേരിയിലെ കേസ്. ഈ 2 കേസുകളിലും 2 നിലപാടുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഒന്ന്, സർക്കാർ കളമശ്ശേരിയിലെ കേസിൽ കോടതിയിൽ വാദിച്ചിരിക്കുന്നത് സക്കീർ ഹുസൈന് ജാമ്യം കൊടുക്കരുത് എന്ന് തന്നെയാണ്. അതുമാത്രമല്ല, ജാമ്യം കൊടുക്കരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്, വളരെ ശക്തമായ ഭാഷയിൽ തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന് ഗുണ്ടാ മാഫിയ ബന്ധം എന്ന് തന്നെ സർക്കാരിൻ്റെ അഭിഭാഷകൻ ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പുറത്തേക്ക് വരുമ്പോൾ കളമശ്ശേരിയിൽ വടക്കാഞ്ചേരിയിലേക്ക് എത്തുമ്പോൾ അവിടെ നീതി നിഷേധിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടാവുന്ന തരത്തിൽ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് മാറുന്നത്? അല്ല, യഥാർത്ഥത്തില് ഇത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഞാൻ പ്രിയപ്പെട്ട പാർവതി പറഞ്ഞത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുകയാണ്. പാർവതി പറഞ്ഞത് കേരളത്തിന്റെ മനസ്സിന്റെ തേങ്ങലാണ് പാർവതിയുടെ വാക്കുകളിലൂടെ കാണുന്നത്. ഭാഗ്യലക്ഷ്മി അവർ രണ്ടുപേരും വലിയ സേവനമാണ് ചെയ്തത്. പിന്നെ മാധ്യമങ്ങളും ഇത് മാധ്യമങ്ങളിലൂടെ ഇപ്പോഴെങ്കിലും വന്നില്ലായിരുന്നെങ്കിൽ ഇത് ആരും അറിയാതെ തേച്ചു മാറ്റി കളയുമായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് CPM. അതായത് ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി, ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന പാർട്ടി ഇതിനെ ന്യായീകരിക്കാൻ നടത്തിയ ഏറ്റവും നാണംകെട്ട ലജ്ജാകരമായ സ്ഥിതി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ സക്കീർ ഹുസൈന്റെ പേരിൽ അത് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ വന്നതുകൊണ്ട് കരുതപ്പാൻ നടത്തിയ ഒരു ശ്രമമാണ്. ഇവിടെ ഇപ്പൊ കോടതി വരാത്ത വടക്കാഞ്ചേരിയിൽ ആ CPMന്റെ ജനപ്രതി, ഞാനിത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ പറയല്ല, രാഷ്ട്രീയം ഞാനത് കാണുകയും ചെയ്തു. ഈ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു മാനം ഇതിന് കാണണം. ഇങ്ങനെ പോയാൽ ഇന്ന് തന്നെ മാതൃഭൂമി ദിനപത്രത്തിന്റെ ആ ഫ്രണ്ട് പേജ് വായിച്ചാൽ ഒരു മലയാളിക്ക് തലതാഴ്ച നടക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അവസ്ഥ ഉണ്ടാക്കിയ പ്രധാന കാരണം ഗവൺമെന്റിന്റെ ഒരു നിലപാടാണ്. അത് ഏത് ഗവൺമെന്റ് ആയാലും ഭരണകൂടത്തിനാണ് ഇത്തരം കാര്യങ്ങളെ അടിച്ചമർത്തി ജീവനും സ്വത്തിനും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഏർപ്പാടാക്കേണ്ട ഗവൺമെന്റ് തന്നെ അതിന് നേതൃത്വം നൽകേണ്ട ഗുണ്ടകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണെന്ന് കരുതി യാതൊരു സംശയമില്ല. കാരണം ഒരു ന്യായീകരണവുമില്ല. എന്തുകൊണ്ട് CPM നേതൃത്വം ഇതിനെ തള്ളിപ്പറഞ്ഞില്ല? പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയാണ്. അപ്പൊ തീർച്ചയായും എന്റെ അഭിപ്രായത്തിൽ സീതാറാം യെച്ചൂരി തന്നെ ഇടപെടണം. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ പ്രദേശങ്ങളിലും ഒരു ഭാഗത്ത് ഒന്നുകിൽ ഇരയുടെ ഭാഗത്ത് അല്ലെങ്കിൽ പ്രതിയുടെ ഭാഗത്ത് ഭരണകക്ഷിയിൽപ്പെട്ടവർ വരുന്നത് ഗതികേടല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും വരുന്നത് ഗതികേടമല്ല, അപകടമല്ലേ? അതുകൊണ്ട് ജനങ്ങൾക്ക് സുരക്ഷിതത്വത്തിന് ആരാണ് നൽകുന്നത്? അതുകൊണ്ട് അടിയന്തരമായി ഇപ്പൊ ADGP സന്ധ്യയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊരു ചരട് കാണുന്ന കാര്യത്തിൽ യാതൊരു സംശയം. ADGP സന്ധ്യ മിടുക്കിയ ഉദ്യോഗസ്ഥയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ പേരാമക CA ആ CA സത്യത്തിൽ മിനിറ്റുകൾ കൊണ്ട് സസ്പെൻഡ് ചെയ്യും. ഇതിപ്പോ ജേക്കബ് ന്യൂസ് പഴയ DGP പറഞ്ഞിരിക്കുന്നത് നിരവധി
ക്രിമിനൽ കേസുകളിലും പീഡന കേസുകളിലും പ്രതികളായിട്ടുള്ളവർ കേരള പോലീസ് ഉണ്ടെന്നാണ്, സസ്പെൻഷനിലുണ്ടെന്നാണ്. അവരെ സസ്പെൻഷൻ മാത്രമല്ല, അവർക്ക് പുറത്താക്കാനുള്ള ഒരു മാനസിക ഒരു ദൃഢനിശ്ചയം LDF ആയാലും UDF ആയാലും കാണിക്കേണ്ടിയിട്ടുണ്ട്. UDF-ന്റെ ഇപ്പൊ ഏകബാലൻ പറയുന്ന പോലെ UDF-ന്റെ ഗർഭം LDF-ന്റെ ഗർഭം എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ശ്രീ AK-ബാലൻ തന്നെ നിയമസഭ പറഞ്ഞ എന്താണ്, ACPക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ. ഇതിന് ശുദ്ധ അസംബന്ധമാണ് ഒരു ഭരണാധികാരി പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ആരെയാണ് ഇനി വിശ്വസിക്കേണ്ടത്, ആരെയാണ് അവലംബമായി കാണേണ്ടത്? ഞാൻ തിരിച്ചു വരാം. ശ്രീ പന്തളം സുധാകരൻ, ശ്രീ CN മോഹനൻ, ഈ രണ്ട് കേസുകളിലും രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ സർക്കാർ അല്ലെങ്കിൽ പാർട്ടി ഈ കേസിനെ സമീപിച്ചിരിക്കുന്നത് എന്ന തലത്തിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഈ കളമശ്ശേരി കേസിൽ സക്കീർ ഹുസൈനെതിരെ തന്നെ വളരെ കൃത്യമായ നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ വിഷയം പല ആവർത്തി ചർച്ച ചെയ്തപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. സക്കീർ ഹുസൈനും കളമശ്ശേരിയിലെ മുൻ SIയും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സക്കീർ ഹുസൈൻ്റെ പരാതിയിൽ, അവിടുത്തെ പാർട്ടിയുടെ പരാതിയിൽ ആ SIയെ അവിടെ നിന്ന് സ്ഥലം മാറ്റുന്ന സാഹചര്യം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായതാണ്. ഇപ്പോൾ അദ്ദേഹം ഗുണ്ട വിരുദ്ധ സ്ക്വാഡിലാണ് ആ SIയുടെ നടപടികളെ ഏതായാലും സർക്കാർ ചേർക്കുന്ന ഒരു സാഹചര്യമില്ല. സക്കീർ ഹുസൈനെതിരായ ആ അന്വേഷണം, സക്കീർ ഹുസൈനെതിരായ നടപടികൾ, അതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായി പോകുന്നുണ്ട് എന്ന തോന്നലുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ആരോപണ വിധേയയ്ക്ക് ഈ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും പാലിക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണോ ആ നിലയ്ക്ക് നീതി ലഭിക്കുന്നു എന്ന തോന്നലുണ്ടാക്കാൻ കഴിയാതെ പോകുന്നത്? ഇന്ന് സഭയിൽ AK-ബാലൻ പറഞ്ഞത്, ആ ആരോപണം ഉന്നയിച്ച അനിൽ അക്കരയോട് പറഞ്ഞത്, ഈ ആരോപണങ്ങളെല്ലാം നിങ്ങൾ ACPയോട് പറയൂ എന്നതാണ്. അദ്ദേഹത്തിന് ആ പരാമർശം പിൻവലിക്കേണ്ടി വന്നു. രണ്ട്, ഈ അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ ഈ നിലയ്ക്ക് പുതിയ അന്വേഷണ സംഘത്തെയൊക്കെ രൂപീകരിക്കുമ്പോൾ തന്നെ ആ മുമ്പ് ഈ കുഴപ്പം കാണിച്ച ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നത് നമുക്ക് കാണാനും കഴിയുന്നില്ല. പ്രകടമായി വ്യത്യാസം ഈ രണ്ട് കേസുകളിലും അങ്ങനെ നോക്കിയാൽ ഉണ്ട് താനും. അതായത് ഈ കേസുകൾ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാം. ഇവിടെ ഗവൺമെൻറ്റും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യമോ തർക്കമത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ഒരു തർക്കവുമില്ല. ഗവൺമെൻറ്റിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കാതെ ഗവൺമെൻറ് മുഖ്യമന്ത്രി തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ലേ? CPM-ന്റെ നേരത്തെ പറഞ്ഞല്ലോ, CPM-ന്റെ പോളിറ്റ് മെമ്പറായിരുന്ന ഇപ്പോൾ നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണല്ലേ പിണറായി. ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നല്ലേ, അല്ലെങ്കിൽ മുൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നല്ലാതെ CPM-ന്റെ ഒരു ജില്ലാ നേതാവിൻ്റെ, ജില്ലാ കമ്മിറ്റി മെമ്പറുടെ പേരിൽ ആക്ഷേപം വന്നപ്പോൾ അതിൽ ഗവൺമെൻറ്റും പോലീസും എടുത്ത നടപടിക്കകത്ത് ഇടങ്കോലിട്ടില്ലല്ലോ CPM. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ CPM-ന്റെ സംസ്ഥാന നേതാക്കന്മാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയോ ഈ കാര്യത്തിൽ ഒന്നും നോക്കിയാൽ മതി. ആ കേസിൻ്റെ അകത്ത് അവിടെ അന്വേഷണം തരാം. CPM അത് ചെയ്യാറില്ല. അപ്പോൾ സക്കീർ ഹുസൈൻ്റെ പേരിലുള്ള കേസിൻ്റെ അകത്ത് ഇടപെടാതെ, ജില്ലാ സെക്രട്ടറി നേരത്തെ പ്രഖ്യാപിച്ചു, ആ കേസിൽ ഇടപെടാതെ ആ കേസിൻ്റെ അന്വേഷണം അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ കേസിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും ഇടപെട്ടിട്ടില്ല. രണ്ട്, ഇവിടെ വടക്കാഞ്ചേരിയിലെ കേസ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, വടക്കാഞ്ചേരിയിലെ കേസിൻ്റെ അകത്ത് ഇന്നലെയല്ലേ ഒരു പത്രസമ്മേളനത്തിൻ്റെ അകത്ത് രണ്ട് പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികളായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള ശ്രീമതി പാർവതിയും അവരോടൊപ്പം തന്നെ ഭാഗ്യലക്ഷ്മിയും ചെയ്തിട്ടുള്ള നല്ല കാര്യം തന്നെ. അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. ഒരു ഇരയുടെ, ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നത് അവർക്ക് ഇഷ്ടമല്ല, അവരെ ബലമായി ബലാത്കാരം ചെയ്യുമ്പോഴാണല്ലോ. അതിൻ്റെ അകത്ത് അവരുടെ വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞു വെച്ചതിന് ശേഷം തന്നെ ഇന്ന് സസ്പെൻഡ് ചെയ്തല്ലോ. ജയന്തൻ എന്ന് സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല കൂടെയുള്ള ബിനീഷ് എന്ന ഒരാളെ സസ്പെൻഡ് ചെയ്തു. ഈ രണ്ട് കാര്യത്തിൽ എന്ത് തടസ്സം ഉണ്ടായിരിക്കണത്? രാധാകൃഷ്ണന്റെ പത്രസമ്മേളനത്തിന് ഇടയ്ക്ക് ഉയർന്നൊരു ചോദ്യത്തിൻ്റെ അകത്ത് രാധാകൃഷ്ണന്റെ മറുപടിക്കകത്ത്, ആ മറുപടിക്കകത്താണ് ഏറ്റവും വലിയ നിയമപ്രശ്നം ഉന്നയിച്ചിട്ടുള്ളത്. ഞാനതാ പറഞ്ഞത്, അത് രാധാകൃഷ്ണൻ പിന്നീട് വിശദീകരിച്ചോളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യമില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ ഇതിനു മുമ്പ് സ്ത്രീപീഡനം ഉണ്ടായിട്ടില്ലേ? ആ ഞാനിപ്പോൾ ചോദിക്കുന്നത് കോൺഗ്രസിനോട് യഥാർത്ഥത്തിൽ സൂര്യനെല്ലി പെൺകുട്ടിയെ 1-2 മാസക്കാലമാണ് നമ്മുടെ ഈ കോട്ടയത്തും എറണാകുളം ജില്ലയ്ക്ക് കൊണ്ടുനടന്നത്. ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആൾക്കാർ കോട്ടയത്തെ DCC സെക്രട്ടറി ആയിരുന്നു. ഒരാൾ അയാളുടെ അതിൻ്റെ പേരിൽ ആക്ഷേപം ഉന്നയിപ്പെടുന്ന ആൾ ഇന്ന് ഇന്ത്യക്കകത്തുള്ള പാർലമെന്റിലെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് കേസി പ്രതിയായില്ല. ആ കേസി പ്രതിയാത്തതിൻ്റെ കാരണം എന്താണ്? ആ കേസ് അന്വേഷിച്ച് കോൺഗ്രസിന്റെ ഗവൺമെന്റ് കാലത്താണ്. അദ്ദേഹം ഇപ്പോഴും ഇല്ലേ? ആ കേസിൻ്റെ അകത്തുണ്ടായ സംഭവം എങ്ങനെയാണ്? ആരാ നീതി കൊടുത്തത്? ഏറ്റവും അവസാനത്തെ ജിഷ കേസ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ആരാ നീതി കൊടുത്തത്? കേരളത്തിലെ LDF-ന്റെ ഗവൺമെന്റിന്റെ കാലത്ത് LDF ഒരു കാരണവശാലും പോലീസിനെ
LDF-ലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ CPI ഈ വിഷയത്തിലൊക്കെ അവകാശപ്പെടാവുന്ന ആത്മാർത്ഥത പക്ഷേ വടക്കാഞ്ചേരിയിലെ കേസിൽ അവകാശപ്പെടാൻ കഴിയില്ല എന്ന സൂചനകൾ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ നേരത്തെ കെ രാധാകൃഷ്ണനെ പോലെ ക്രെഡിബിലിറ്റിയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ, കെ രാധാകൃഷ്ണനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ, അത് മാത്രമല്ല അദ്ദേഹം തന്നെയാണ് സ്ക്രൂട്ടിനി ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ സ്ത്രീ ഇതിനു മുമ്പ് പെരുമാറിയിട്ടുള്ളത്, എങ്ങനെയാണ് ഈ യുവതിക്ക് ഇതിനു മുമ്പ് കേസുകൾ ഉണ്ടായിട്ടുള്ളത് എന്നതെല്ലാമാണ് അദ്ദേഹം ആവർത്തിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം ജയന്തന് വേണ്ടിയുള്ള വാദങ്ങൾ തന്നെയാണ്. അല്ല എൻ്റെ സുഹൃത്തെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CPIM-ന്റെ ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണന്റെ മുമ്പിൽ ജയന്തനും ബാക്കിയുള്ള ആൾക്കാരും അല്ല പാർട്ടിയുടെ മുമ്പിലുള്ളത്. നിങ്ങൾ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യം ജയന്തനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു, ബിനീഷിനെ സസ്പെൻഡ് ചെയ്തു, ബാക്കിയുള്ള കേസ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ രാധാകൃഷ്ണൻ എന്താ മറച്ചു വെച്ചേക്കണത്? ഞാൻ പറഞ്ഞത് CPIM എന്ന പാർട്ടി രാധാകൃഷ്ണൻ സംസാരത്തിന്റെ ഇടയ്ക്ക് കിട്ടിയതിൻ്റെ അടുത്താണ് വിളിച്ചത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ അകത്ത് CPIM-നെ പ്രതികൂട്ടിലാക്കാന്നുള്ള ലക്ഷ്യം ഗൂഢമായിട്ടുള്ള അജണ്ട യഥാർത്ഥത്തിലുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ ഈ കേസിൽ 2 കേസിന്റെ അകത്ത് വളരെ പ്രത്യക്ഷമായിട്ടുള്ള തീരുമാനം പാർട്ടിയുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്തുകൊണ്ടല്ലേ എറണാകുളത്ത് യോഗം ചേർന്നത്. എറണാകുളം ജില്ലാ കമ്മിറ്റിക്കകത്ത് സെക്രട്ടറിന്റെ ഒറ്റയാളുടെ വ്യത്യസ്ത അഭിപ്രായമില്ല, ഏകകണ്ഠമായ തീരുമാനം. നിങ്ങൾ പറഞ്ഞ ഭൂരിപക്ഷം ഏകകണ്ഠമായ തീരുമാനം, ഒരു ഭൂരിപക്ഷം പ്രശ്നമൊതുക്കുന്നില്ല. അങ്ങനെ ഇല്ലാതിരിക്കെ യഥാർത്ഥത്തിൽ ഒരു ചർച്ചയ്ക്കിടയ്ക്ക് രാധാകൃഷ്ണന്റെ വായിൽ വന്ന ഒരു വാക്കിന്റെ പുറത്ത് പിടിച്ചതിന് ശേഷം CPIM-ഉം ഇടതുപക്ഷവും ഗവൺമെന്റും അല്ല, ഒരു വാക്കല്ല ശ്രീ CN മോഹൻ, അതാണ് പ്രശ്നം. ഒരു വാക്ക് മാത്രമായി തോന്നുന്നില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീമതി പാർവതി, എങ്ങനെയാണ് ആ ഒരൊറ്റ വാക്കിന്റെ അതൊരു നാക്കുപിഴ എന്ന നിലയ്ക്ക് നമുക്ക് തള്ളിക്കളയാവുന്ന ഒരു വിഷയമാണോ? അതെന്താന്ന് വെച്ചാല്, നമ്മളും ഇങ്ങനെ ഒരു കാര്യം പത്രക്കാരുടെ അടുത്തും അല്ലെങ്കിൽ ഗവൺമെൻറ് അടുത്തും പോകാമെന്ന് നിമിഷങ്ങൾക്കകമാണ് CM-ന്റെ സെല്ലിൽ നിന്ന്, മീഡിയ സെല്ലിൽ നിന്ന് ബന്ധപ്പെട്ടിട്ട് ഇത് നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞത്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും ആ സമയത്ത് ഇങ്ങനൊരു ആരാണ് ഇതിനകത്തെ വില്ലന്മാരൊന്നും നമുക്കറിയില്ല. ഇവർ വന്ന് പറഞ്ഞത് പത്രക്കാരോടാണ് ആദ്യമായിട്ട് തുറന്നു പറയുന്നത്, പേരുൾപ്പെടെ. അപ്പോൾ അങ്ങനെ പറയാനായിട്ടൊരു തയ്യാറാകുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണ് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയെ. അപ്പോൾ നീതി നടപ്പിലാക്കിയാൽ പോരാ, നടപ്പിലാക്കുന്നു എന്ന തോന്നലും കൂടി ജനങ്ങൾക്കിടയിൽ ഉണ്ടാവണം. കാരണം നിങ്ങൾ നടപ്പിലാക്കും, നിങ്ങൾ സത്യസന്ധമായി തന്നെ ഇതിനകത്ത് കൈകാര്യം ചെയ്യും. ആ വിശ്വാസത്തെ ഇപ്പോൾ നടത്തിയ ഈ പരാമർശത്തിന് ഒരു ചെറിയ കളങ്കം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ജയന്തൻ്റെ പേര് പറയാമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെയും പേര് പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു പക്ഷമുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നാം, കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നാം, ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്ക് തോന്നാം. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. കാരണം ഈ സർക്കാരിനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത്. പക്ഷേ ആ നിലയ്ക്ക് തന്നെ ആ വിശ്വാസം നിലനിർത്തേണ്ടതും അതിൻ്റെ പരിപൂർണമായ സംരക്ഷണം നമുക്ക് തരികയും ചെയ്യേണ്ടത് ഉത്തരവാദിത്വമാണ്. 48 മണിക്കൂറായിട്ടും ആ പോലീസുകാരൻ അവിടെ തന്നെയുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളിൽ ഭയവും ആശങ്കയും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് പരിഹാരമുണ്ടാകണമെന്ന് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ശ്രീ NM പിയേഴ്സൺ, ഈ 2 കേസുകളിലും നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നാൽ, ഇതിപ്പോൾ ശ്രീമതി പാർവതി പറഞ്ഞു, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ അവിടെ നിന്ന് ഇടപെടലുണ്ടായി. മറ്റേ കേസിൽ സക്കീർ ഹുസൈൻ്റെ കേസിൽ ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് പോകുന്നത്, ആ വ്യവസായിയുടെ പരാതി. അതിന് തൊട്ടു പിന്നാലെയാണ് നടപടി ഉണ്ടാവുന്നത്, സക്കീർ ഹുസൈനെ പ്രതി ചേർത്തുകൊണ്ടുള്ള തീരുമാനമുണ്ടാവുന്നത്, ഇപ്പോൾ സക്കീർ ഹുസൈന് ജാമ്യം പോലും കൊടുക്കരുത് എന്ന സർക്കാർ നിലപാടുണ്ടാവുന്നത്. ഇതിൽ പ്രകടമായ വ്യത്യാസം കാണുന്നത് ബോധപൂർവം CPM-നെ തകർക്കാനുള്ള ഒരു ചിന്തയാണോ? അല്ല, എനിക്ക് തോന്നുന്നു പാർവതിക്കും അതേപോലെ ഭാഗ്യലക്ഷ്മിക്കുമൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ തീഷ്ണതയും അതിലുള്ള വൃത്തികേടുകളുമൊന്നും അത്രമാത്രം തിരിച്ചറിയാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ CPM-ൻ്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ സത്യസന്ധമല്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു നീതി സാധ്യമാണ് എന്ന് പറയുന്ന തോന്നൽ സാധാരണക്കാർക്ക് ഇല്ലാതെ പോകുന്നു. കാരണം എല്ലാ തരത്തിലും അധികാരം വലിയ തോതിലേക്ക് കടന്നു വരികയും ആ അധികാരം എല്ലാത്തിൻ്റെയും മുകളിൽ നിറഞ്ഞു നിൽക്കുകയും എല്ലാ ആളുകളെയും സംരക്ഷിക്കുന്ന ഒരു സംവിധാനമായി അത് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് നേരത്തെ CN മോഹനൊക്കെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ പല നേതാക്കളും കേസിൽപ്പെടാതെയൊക്കെ പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാവുന്നതായിട്ട് അധികാര ഘടനയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ CIക്ക് 48 മണിക്കൂറുമായിട്ട് എന്തുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മേൽ ചെറിയ തരത്തിലുള്ളതായിട്ടുള്ള നടപടി പോലും എടുക്കാൻ ഈ സർക്കാരിന് കഴിയാത്തതെന്ന് പാർവതി ചോദിക്കുന്നത്.
48 മണിക്കൂറിനുള്ളിൽ നിന്നും അങ്ങനെ CA പോലെയുള്ള രാഷ്ട്രീയവുമായിട്ട് വലിയ തരത്തിൽ ഇടപാടുകളുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനചലനങ്ങൾ ഉണ്ടാവില്ല കേരളത്തിൽ. അതുണ്ടാക്കണമെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അത്രമാത്രം ജനകീയമായിട്ടുള്ള ഇച്ഛ കാണിക്കാനായിട്ട് തയ്യാറാണ്. എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ ഈ ചർച്ചകളെല്ലാം നടക്കുന്നതിൻ്റെ ഫലമായിട്ടെങ്കിലും ആ തരത്തിലുള്ള സംഭവവികാസങ്ങളുണ്ടാവും. അടുത്ത ദിവസം വരുന്ന വാർത്ത തീർച്ചയായിട്ടും ആ CAക്കെതിരായിട്ടുള്ള നടപടി ഈ സർക്കാർ എടുത്ത് എന്ന് തന്നെയായിരിക്കും. അങ്ങനെയുള്ളൊരു നടപടി എടുത്തു എന്ന് പറയുന്നതായിട്ടുള്ള വാർത്ത വന്നില്ല എങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്നതായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റിയാണ് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനായിട്ട് പോകുന്നത്. അത് CPMൻ്റെയും ക്രെഡിബിലിറ്റിയെ തകർക്കുന്നതായിരിക്കും. CPMന് എന്തിനാണ് ഈ ഗുണ്ടാ നേതാക്കളുമായിട്ട് ബന്ധമുള്ള ആളുകളെ കൊണ്ടു നടക്കേണ്ടി വരുന്നത്? എന്തിനാണ് ബലാത്സംഗ കേസിൽ പ്രതികളാണ് എന്ന് പറയുന്ന ആളുകളെ സംരക്ഷിക്കേണ്ടി വരുന്നത്? അവരെ സംരക്ഷിക്കേണ്ട കാര്യമില്ല, വാക്കുകൊണ്ട് പോലും സംരക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം ബലാത്സംഗം ചെയ്യപ്പെടുന്നതായിട്ടുള്ള സ്ത്രീ എത്രമാത്രം പരിശുദ്ധയാണെന്ന് നോക്കിയിട്ടല്ല അതിനെതിരെ നടപടികൾ എടുക്കേണ്ടത്. സ്ത്രീ ബലാത്സംഗത്തിന് വിധേയമായോ എന്നുള്ളതാണ് പ്രശ്നം. ഏത് സ്ത്രീ എന്നുള്ളത് അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതങ്ങനെ മനസ്സിലാക്കുന്ന മനസ്സാണ് നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടാകേണ്ടത്. ആ മനസ്സ് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള ഗൂഢാലോചനയാണ് ഇതെല്ലാം എന്ന് പറയുന്ന തോന്നലുകളും ചർച്ചകളും അതിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള മനോഭാവ വർത്തമാനങ്ങളും യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത്. ഞാൻ ഒരിക്കലും രാധാകൃഷ്ണനെ അംഗീകരിക്കാത്ത ഒരാളല്ല. രാധാകൃഷ്ണനെ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ആ രാധാകൃഷ്ണനെ പോലും പാർട്ടിയെ സംരക്ഷിക്കേണ്ടതാണ് എന്ന് പറയുന്നതായിട്ടുള്ള തോന്നലിൽ നിന്ന് മുക്തി നേടാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് സമ്മർദ്ദാത്മകമായിട്ടുള്ള രീതിയിൽ വരുന്ന വർത്തമാനങ്ങൾക്ക് വിധേയമായി അദ്ദേഹം ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള വർത്തമാനം പത്രപ്രവർത്തകരുടെ മുന്നിൽ പറഞ്ഞു പോയിരിക്കുന്നത്. അത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് പറയാനായിട്ട് കഴിയണം. അത് തന്നെയാണ് രാഷ്ട്രീയം, അത് തന്നെയാണ് മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ശക്തിയും. രാധാകൃഷ്ണൻ തീർച്ചയായിട്ടും അത് അടുത്ത ദിവസം പറയും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് രാധാകൃഷ്ണനായിട്ട് ഈ കേരളത്തിൽ CPMൻ്റെ വലിയ നേതാവായിട്ടും സ്വീകാര്യനായിട്ടുള്ള നേതാവുമായിട്ട് ജീവിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ശ്രീ CN മോഹനനും ആ പ്രതീക്ഷയിൽ തന്നെയായിരിക്കും ശ്രീ രാധാകൃഷ്ണന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.